കാണിച്ചോളൂ. ഇതൊക്കെ ഇൻഡോർ പ്ലാന്റുകളാണ്. വെൽവെറ്റ് മണി പ്ലാന്റ് ഇൻഡോറായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. വെൽവെറ്റ് മണി പ്ലാന്റ്. ഫേൺ, അതാണ് ഫേൺ. ഇത് ഫേണെന്ന് പറഞ്ഞാൽ പണ്ട് ഈ കിണറുകളിലൊക്കെ പിടിച്ചിരിക്കുന്ന നദിയിലെ തീരത്തൊക്കെ പിടിച്ച അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന സാധനമായിരുന്നു. കോസ്റ്റ്ലി ചെടിയാണ് ഫേൺ. ക്രോട്ടൺ. ഇത് ചൈന ഡോൾ, ഇൻഡോർ പ്ലാന്റ് ആണ്. ചൈന ഡോൾ. എൻ്റെ ചെറിയ തൈയൊക്കെ ഉണ്ട്. കറിവേപ്പില. കറിവേപ്പില എന്ന് പറഞ്ഞാൽ ഇത് ക്വാളിറ്റി ഉള്ള സാധനമാണ്. നല്ല മണമാണ്. കറിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല മണം കിട്ടും. ഇതൊരു തരം ചീരയാണ്. സിംഗപ്പൂർ ചീരയെന്ന് പറയും. ഇത് ബ്ലീഡിംഗ് ഹാർട്ട് എന്ന് പറയുന്ന പ്ലാന്റ് ആണ്, ചെടിയാണ്. ബ്ലീഡിംഗ് ഹാർട്ട്, അതായത് പിന്നെ പൂത്ത് വരുമ്പോഴത്തേക്ക് തണ്ടൊടിച്ച് നോക്കിയാൽ രക്തം വരുന്ന കണക്കൊക്കെ തോന്നും. ഇത് അമ്പഴം, സീറ്റ് അമ്പഴം. ചെറുതിൽ തന്നെ കാ പിടിക്കും. ബഡ് തൈയാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ റെഡ് ലേഡി പപ്പയാണ്. റെഡ് ലേഡി പപ്പയ. ആ താഴെ കാണുന്നത് മെക്സിക്കൻ പപ്പയാണ്. മെക്സിക്കൻ പപ്പയ. പ്രത്യേകം എന്ന് പറഞ്ഞാൽ നീളമുള്ള പഴമാണ്, ഫലമാണ് കിട്ടുന്നത്. നല്ല ചുവപ്പായിരിക്കും അകത്ത്. മിറക്കിൾ ഫ്രൂട്ട്. മിറക്കിൾ ഫ്രൂട്ട് സാധാരണ ഈ ക്യാൻസർ പോലുള്ള അസുഖം അവർക്ക് വായ്ക്ക് രുചി കിട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റാണ്. കുള്ളനകത്ത് ചീര. ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിക്കാനും ഇഷ്ടപ്പെടുന്ന ഒരു ചെടി, ചീരയാണ് അകത്ത് ചീര. ഇത് ആൾക്കാർക്ക് ഗുണമുള്ളതാണ്. കണ്ണിന് കാഴ്ച വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കണ്ണിൻ്റെ അസുഖങ്ങൾ മാറ്റിയെടുക്കും. കഴിക്കാറുണ്ടല്ലേ? കണ്ണാടി വെച്ചേക്കെന്ന് പറഞ്ഞാൽ പ്രായമാകുമ്പോഴത്തേക്ക് അങ്ങനെയാണല്ലോ. എന്നാലും ഞാൻ പയർ പോലെ എല്ലാം കാണുന്നുണ്ടല്ലോ. ഇതാ ഈ കാണുന്നതാണ് മണി ട്രീ. ഇതിനകത്ത് മണി ട്രീ എന്ന് പറഞ്ഞാൽ ഇത് വീട്ടിൻ്റെ മുമ്പിലും വയ്ക്കാം, ഇൻഡോറായിട്ടും വയ്ക്കാവുന്ന ഒരു സാധനമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അലങ്കാര ചെടിയായിട്ട് വയ്ക്കാം. ഇത് പുറത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് വലുതായി നിൽക്കുന്നതാണ് മണി ട്രീ. അതെ. ഇത് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വില കിട്ടുകയാണെങ്കിൽ 12,000 രൂപ കിട്ടാവുന്ന ചെടിയാണത്. ഇതാ അതിൻ്റെ ചെറിയ തൈ, ഇതാണ് മണി ട്രീ. അത് ചെറിയ തൈ, അത് 100 രൂപയൊക്കെ ഉള്ളു. ഇത് ലൗലൗലി, ചുവന്ന നെല്ലിയാണ്. ചെടി എന്ന് പറഞ്ഞാൽ സർപ്പച്ചെടി എന്നാണ് എളുപ്പത്തിൽ പറയുന്ന സാധനം. സർപ്പച്ചെടി. സ്റ്റോക്കുണ്ട്. ഇത് സംഗതി ഇവിടെ സ്റ്റോക്കുണ്ട്. ഇവിടെ ഒരു ചെടി നിൽപ്പുണ്ട്. എന്തായാലും സ്റ്റോക്കുണ്ട്. ഇല്ലെങ്കിൽ നമ്മളെ ഗോഡൗണിൽ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. അത് കാര്യം ഇന്ന് ഇവിടെ നിന്ന് ഒരാൾക്ക് വിറ്റുപോയതാണ്. അപ്പോൾ അതിൻ്റെ വലിയ പ്ലാന്റ് ആയിരുന്നു, അതുകൊണ്ട് വിറ്റുപോയി. കാര്യം ഇന്ന് എടുത്തോണ്ട് പോയപ്പോഴത്തേക്ക് അത് പൂ വീണതാണ്. ഇന്നലെ അത് പൊന്നങ്കണ്ണി ചീര. ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. അടിയിൽ അത് തന്നെ. അതൊക്കെ ഇൻഡോർ പ്ലാന്റ് ആണ്. വയലറ്റ് കളർ ഇൻഡോറാണ്. നോക്കി നല്ല സർപ്പച്ചെടി അവിടെ നിൽക്കുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ നമ്മളെ ഗോഡൗണിൽ കൊണ്ടുപോയി കാണിച്ചു തരും. കുറച്ച് ഓർക്കിഡൊക്കെ ഉണ്ട്. ഓർക്കിഡ് മുകളിൽ വെച്ചിട്ടുണ്ട്. മഴ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടാണ്. കറിവേപ്പില അത് പ്ലാന്റ് ചെയ്തിരിക്കുകയാണ്. വിത്തുകൾ ഏത് ടൈപ്പ്, ഏതിൻ്റെ വിത്ത് ഇവിടെ കിട്ടുന്നതാണ്.
ബ്രാൻഡിന്റെ കൂടുതലും അതാണ്. എല്ലാത്തരം വിത്തുകളും ഉണ്ട്. നമ്പ്രാടി എന്ന് പറഞ്ഞ സീഡുണ്ട്. കാണിച്ചു സന്തോഷം. സുഭാഷി സീഡുണ്ട്. PG അഗ്രി സയൻസിന്റെ ഉണ്ട്. ഓക്കെ എപ്പോഴും വരാം, കാണാം. പിന്നെ അത്യാവശ്യം വളങ്ങളൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ട്. കൃഷിക്ക് ആവശ്യമായ മിക്കവാറും എല്ലാ ഐറ്റങ്ങളും നമ്മളെ ഉണ്ടാവും. ആഴ്ചയിൽ 7 ദിവസവും കാണും. പിന്നെ പ്രധാനം നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിൽ കറുത്ത മുന്തിരിയുടെ തൈയുണ്ട്. കറുത്ത മുന്തിരിയുടെ തൈ ഒരു 6 മാസം പ്രായമായ തൈയാണ്. അത് 100 രൂപയ്ക്ക് താഴെ ഉള്ളു വില. 1.5 അടി പൊക്കത്തിൽ വളർന്ന തൈ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ നട്ട് കാ പിടിച്ച് നിൽക്കുകയാണ്.